വെറുതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനാണ് ഇവിടെ വിളിച്ചു ചേർത്തിയത്. ഇന്നലെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ജാങ്കോ ചുമ്മാ പറയൂല. ഇന്നലെ രാത്രി വിളിച്ചിട്ടാണ് എന്നോട് പറയണത്. എന്നോടും 9 മണിക്ക് രാവിലെ എത്തണം, വൈകിട്ട് 8 മണി വരെ നിൽക്കണം, പണിക്ക് പോകരുത്, ഇന്ന് എനിക്ക് വേണ്ടി മാറ്റി വെക്കണം. എന്തുകൊണ്ടാണോ നീ? എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇന്ന് അതിരാവിലെ എഴുന്നേക്കുകയും ചെയ്ത്, ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരം വിളിക്കുകയും ചെയ്തു. നീ എന്തിനാണ് അങ്ങനെ നിൽക്കണത്? എടാ നീ ഉറങ്ങി എഴുന്നേൽക്കണ സമയത്ത് നേരം വിളിക്കട്ടെ, അതല്ല ന്യായം. പിന്നെ കല്യാണം കഴിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റുന്നതാണോ? എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാത്തത് ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നത് സുനിത ഉണ്ടല്ലോ. സുനിത കല്യാണം വിളിച്ചപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. സുനിതയുടെ കല്യാണം? സുനിതയുടെ അല്ല, സുനിതയുടെ മോളുടെ. അവളൊക്കെ ഇത്രയും പ്രായമുള്ള മക്കളുണ്ടെന്ന് നമുക്ക് ഇന്നലെ മനസ്സിലാവണം. നിനക്ക് ഇത്രയും പ്രായമെന്ന് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്, എന്നിട്ട് ഇതൊക്കെ നിർത്ത്. പുതിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരാ. അതുകൊണ്ടൊരു സുഖമുണ്ട്. ഒന്നാമത്തെ കാര്യം എല്ലായിടത്തും കല്യാണം കഴിച്ച നമ്മളുടെയൊക്കെ അവസ്ഥ കല്യാണം കഴിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളാണ്, വഴക്കും മുട്ടിനും. അവരോട് പറയാൻ നമുക്ക് പുറത്തിറക്കാൻ പറ്റുമോ? എനിക്ക് എല്ലാ പരസ്യത്തിനകത്തും ഈ മുൻപരിചയക്കാരെ ആവശ്യമുണ്ടെന്ന് നമ്മൾ എഴുതി കാണിക്കും ഇല്ലേ? ഈ കല്യാണത്തിനും വിവാഹത്തിന്റെ കാര്യത്തിന് മാത്രം അതില്ല. അതാണ് ഈ കുടുംബ വഴക്കം ഉണ്ടാകണേ. കാര്യം ചെയ്യടാ, കല്യാണത്തിന് മുമ്പ് പിന്നെ ചെറുക്കന്റെ വീട്ടിൽ കൊണ്ട് ഒരു ദിവസം പെണ്ണിനെ നിർത്ത് പറഞ്ഞത്. പിന്നെ ഇവരെന്തിനാ നമ്മള് വിളിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ താങ്ങി എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടാ. ഇതെന്താണ് കാത്തിരിപ്പ് നഷ്ടമില്ല. ഈടാ ഇത് പുതിയ സംഭവം. ഞാൻ സത്യം പറയട്ടെ, ലോട്ടറി അടിച്ചിട്ടുണ്ട്. കാശ് എവിടെന്നോ കളഞ്ഞിട്ടില്ല. ഇവന്റെ ബർത്ത്ഡേ ആണെന്ന് ഒന്നുമല്ല. ഇല്ലെങ്കിൽ പെങ്ങൾക്ക് കൊടുത്തതിന്റെ ബാക്കി ഓഹരി എന്തോ ലോട്ടറി അടിച്ചതിന്റെ സെറ്റപ്പ് ഉണ്ട്. നോക്കണ വിദേശിയ മാറ്റില്ല, ഇത് വിദേശിയാണ്. പൊട്ടിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കഴിക്കണ ആപ്പൂപ്പ സാധനം അല്ലത്. അതായത് UK അളിയൻ വന്നപ്പോ കൊണ്ടുവന്ന സാധനമാണിത്. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ അളിയന് ഞങ്ങളെ കൊണ്ട് എന്തോ കാര്യം സാധിക്കാനുണ്ട്. അല്ലല്ല, അത് വേറെ ചെലവ്. ഇത് ഞാൻ നിങ്ങൾക്ക് ചെലവ് ചെയ്യണത്. എന്താ കാര്യം എന്ന് പറ. നീ എന്താ ചെലവ് ചെയ്യാനുള്ള കാര്യം? പറഞ്ഞില്ലേ? അതല്ല, ഇത് ചെലവ് വേറെ ഉണ്ട്. എന്താണ്? അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ്. നമ്മൾ ഇനി 5 വർഷം കഴിഞ്ഞിട്ട് കാണുള്ളൂ. ജയിലിൽ പോണ കുത്തിക്കാൻ പറയടാ. നീ ജയിലിൽ പോണല്ലെന്ന്, പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കണല്ലോ. ഞാൻ UK പോകാൻ പോണേ താഴ്ച. ഇവൻ കോളടിച്ചല്ലോ. ഒരുമാതിരം എന്താണ് ഇന്റിമേറ്റ് ഡെയിലി കൂടുന്ന ആൾക്കാർ നമ്മളോടൊരു വാക്ക് പറയാറുണ്ട്. ഒരാൾ പോയി രക്ഷപ്പെടണം നിനക്ക് ഇഷ്ടമല്ല? പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടെ? അപ്പൊ എല്ലാ കാര്യങ്ങളും അത് പറയാനല്ലേ വന്നത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ പുറകെ നടന്ന് കളിയാക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയാൻ. കിട്ടിയപ്പോ എല്ലാം ഓക്കെ. അടുത്ത ആഴ്ച എന്ന് പോയി നീ വിസ അടിക്കാൻ? 2 ദിവസം എന്നെ കാണാണ്ടായില്ലേ? ഞാൻ പറഞ്ഞില്ല നാളെ വീട്ടിൽ പോകുന്നു. അമ്മ പറഞ്ഞ എനിക്ക് ഡെങ്കിപ്പനി അതങ്ങനെ പറയാൻ പറഞ്ഞ ഏൽപ്പിച്ചതാണ്. നിങ്ങളാരും വീട്ടിൽ വരൂലല്ലോ ഡെങ്കിയാണെന്ന് പറഞ്ഞ. ഭാഗ്യാണ്. ഫോൺ അടിക്കണ്ട, എന്റെ വീട്ടിൽ നിന്ന് വിളിക്കും. കട്ടിയടാ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഫ്രീ ആയിട്ട് നിൽക്കാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് മറ്റേ വിളിക്കണുണ്ടാക്കണത്? എന്റെ പൊന്നെ ഞാൻ വരാ. ഞാൻ പറഞ്ഞില്ലേ ജാങ്കോടെ വീട്ടിലാണ്. ശരി. വിളിക്കണ്ട, വീട്ടിൽ നിന്നാണല്ലേ പിന്നെ അങ്ങനെ ഷാർപ്പായിട്ട് വീട്ടിൽ നിന്നാണ്. മറ്റാണെങ്കിൽ പിന്നെ നമ്മള് ലൈറ്റ് ആയിട്ടല്ലേ സംസാരിക്കുള്ളൂ. അപ്പൊ എന്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാനപ്പോ UK പോണേണ്. നമ്മളിനി 5 വർഷം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെലവാണ് ഞാനിപ്പോ നിങ്ങൾക്ക് തരണത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരിടത്തും പോകാതെ മാറിയത്. ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടാ? സുഖിയിലാടാ? സുഖുവിന്റെ ഇടയിൽ നിന്ന്. സുഖുവിന്റെ ഇടയിൽ സുഖുവിന്റെ ഇടയെന്നാ? സുഖുവിന്റെ ഇടന്നാണ് അറേഞ്ച് ചെയ്തത്. സുഖിനായിരുന്നൊരു സുഖം ഉണ്ടായിരുന്നു. സുഖിയനിപ്പോ സുഖിയം വേണം മേടിച്ചുതരാം. അവിടേക്ക് ചെന്ന് കഴിയുമ്പോ നമ്മളിടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്യണേ. എന്താണ് നീ അങ്ങനെ പറയണ? ഞാൻ നിങ്ങളെയൊക്കെ മറക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും പറയാൻ പറ്റുള്ളൂ. 99% പ്രശ്നങ്ങളാണ്. നിനക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചോ, ഞാനുണ്ട് നിന്റെ കൂടെ. 100% ആയില്ല. പ്രശ്നമില്ലാത്തവരാരാ ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദിവസം പ്രശ്നമാണെങ്കിൽ ഇല്ലേ, പകുതി പ്രശ്നം തീരാനുള്ള എളുപ്പവഴി എന്താണെന്നറിയാം. ഉച്ചവരെ കിടന്നുറങ്ങുക. അപ്പൊ പകുതി തീർന്നു, ബാക്കി പകുതി നോക്കിയാൽ മതി. എനിക്കത് ഉച്ചക്ക് ഊണ് കഴിക്കാതെ അവിടെ മാറിക്കിടന്നുറങ്ങിയാൽ ഫുൾ പ്രശ്നം തീർന്നു. അപ്പൊ ഒരു ദിവസം ഫുള്ള് കിടന്നുറങ്ങിയാൽ അന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചില സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. ഉഗ്രൻ ഐഡിയ ഉണ്ട്. സമ്മതിക്കണേ. വേറെ കാര്യമുണ്ട്. പെണ്ണുങ്ങളെ ചാവും മേടിക്കരുതെന്ന് മാത്രമുണ്ട്. പെൺചാവും മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പെണ്ണുങ്ങൾ ചപിച്ചാലുണ്ടല്ലോ നിക്കാൻ പറ്റും. പെണ്ണ് ചപിച്ചാൽ ചപിച്ചത് തന്നെയാണ്. പിന്നെ പെണ്ണ് മാത്രമേ ഇവിടെ ചവിക്കുന്നുള്ളൂ. ഒന്ന് പോരാ. എന്താണ് ഇവിടെ ആണുങ്ങൾ ചവിച്ചിട്ടില്ലേ? ആണുങ്ങൾ പണ്ടൊക്കെ ഇവിടുത്തെ ആണുങ്ങളെ ശപിച്ചോണ്ടിരുന്ന മുനിമാരൊക്കെ ആണുങ്ങളല്ലേ? അവരെല്ലാം ശപിച്ചോണ്ടിരിക്കുന്ന ആണുങ്ങളെ ശപിക്കണത്. പെണ്ണുങ്ങളൊക്കെ എന്നാണ് ശപിക്കുന്നത്? കണ്ണീര് വീഴ്ത്തരുതെന്ന്. കണ്ണീരിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങളുടെ കണ്ണീരിന് നമ്മുടെ കണ്ണീര് പോലെ അല്ല. എന്ത് വില? വില എന്താന്നോ? എടാ കണ്ണ് ആ പെണ്ണ് കരയാൻ നേരത്തെ എന്റെ ഐലൈനറിന്റെ എമൗണ്ട് നോക്ക്, അതിന്റെ പൈസയിലൂടെ ഒഴുകി വരുന്ന മേക്കപ്പിന്റെ വില നോക്ക്. ഇതെല്ലാം കൂടി പോകുമ്പോൾ ലിഫ്റ്റിക്ക് നനയുമ്പോൾ നോക്ക്. ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ 10,000-3000 രൂപ.
ആണുങ്ങൾക്ക് എന്നെ നോക്കാനാണ്. ശരി പിടിച്ചേ പിടിച്ചേ പിടിച്ചേ. ആ അപ്പൊ ചീസ് അടിക്കാതെ. ശരി Cheers ആണ്. Cheers ആണ്. അപ്പൊ ഹാപ്പി UK ട്രിപ്പ് ആൻഡ് ജോബ്. ഹാപ്പി ജേണി. 5 വർഷത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം കൂടി വരാൻ നിനക്ക് കഴിയട്ടെ. കറക്റ്റ് ടൈമാണ് കോള്. എന്താണ് അവിടെ UK അടിക്കട്ടെ. അല്ലല്ല നിന്റെ കോള് അടിച്ചോ. അല്ല കോള് അങ്ങനല്ല അല്ല അടിക്കുന്നു. ഹലോ അവിടെ ആയിരിക്കുള്ളൂ. ഹലോ ഹലോ, എന്താണ് പതിവില്ലാണ്ട് ഒരു വിളി? എന്നെ വിളിക്കില്ലല്ലോ, ഞാൻ വേണ്ട വിളിക്കാനായിട്ട്. ഞാൻ വിളിക്കുന്നുണ്ട്, ട്രൈ ചെയ്തിട്ട് കിട്ടല്ലേ, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടിട്ടേ. എന്താ പരിപാടി? എന്താ വെറുതെ അങ്ങനെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട്. ആണോ? അവര് ചെസ് കളിച്ചോണ്ടിരിക്കണേ. ബിസി ആയിരിക്കുമല്ലേ? ബിസി എന്ന് പറയാനായിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ ബിസി. എന്താണ് വിളിച്ചെന്താണ്? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചതാ. നീ ബിസി അല്ലേ? കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ? ആ ബിസി എന്ന് പറയണ്ട, എന്താണ് കാര്യം പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചേ. അതാണ് എനിക്ക് തോന്നി, നീ അല്ലാണ്ട് വിളിക്കൂല. എന്താണ് പറഞ്ഞോ, കാര്യം പറഞ്ഞോ. വീട്ടിലാരും ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അല്ല, നീ ബിസിയാ വെച്ചിട്ട് പോയോ? അതെന്തെങ്കിലും പറഞ്ഞ് തീർക്കണേനും ഞങ്ങൾ വെച്ചിട്ട്. നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ഇവന്മാർ ഒരു പ്രശ്നമായില്ല. ഇവന്മാരെങ്ങനെ പറഞ്ഞ് ഒഴിവാക്കും. എന്താടാ ഫോൺ വന്നിട്ടൊരു മൂഡ് ഓഫ് എന്താണ്? എന്ത് പറ്റി? അതെ, ഒരു കൂട്ടുകാരനെ വിളിച്ചതേ. ജോസി. ജോസി കൂട്ടുകാരൻ ജോസി. ഞാൻ അറിയാത്ത ജോസിയാണോ? എൻ്റെ കൂട്ടുകാരനെ നീ അറിയില്ല, അതാണ്. പറ, എന്താണ്? അവൻ്റെ അമ്മേനെ വണ്ടി ഇടിച്ചെന്ന്. വണ്ടി ഇടിച്ചാ? വണ്ടല്ല, വണ്ടി ഇടിച്ചെന്ന്. വണ്ടി ഇടിച്ചാ? ICICIലാണ് ഇപ്പൊ. ബാങ്കിലാ? അല്ല, മറ്റേ ഇതില്ല, ഐസിലാ. അടുത്ത് പുറത്തിടാൻ പറയാ, തണുത്തു പോവില്ലേ? ICUലാണെന്ന്. ഇപ്പൊ എന്നോട് പറഞ്ഞ അത്യാവശ്യമായിട്ട് ചെല്ലൊന്ന് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. കുറച്ച് പഴവും കൂടെ മേടിച്ചു കൊടുക്കാൻ പറ. എടാ ബ്രെഡ് അല്ല, ബ്ലഡ് കൊടുക്കണമെന്ന്. ചോര. ഓ, ആക്സിഡന്റ് അല്ലേ? പക്ഷെ എന്താ ചെയ്യണം, പോണാന്നാലേക്കാണ് ഞാൻ. നീ പോണോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടി വരാം? അല്ല, നിങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ വരാം. നിങ്ങൾ അടിച്ചല്ലേ, അപ്പൊ വരാൻ പറ്റില്ല. അടിക്കണ്ടായിരുന്നു, ഒരു കാര്യത്തിന് നമ്മ ഉപകരിക്കൂല. നമുക്ക് ഇനിയിപ്പോ ഒരു 5 വർഷം കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളേ. നീ ഇല്ലാതെ നമ്മ എന്ത് കമ്പനിയാണ്? നിങ്ങൾ അത് എന്നെ നോക്കണ്ടട്ടാ, നിങ്ങൾ അടിച്ച് തീർത്തോ. ഈ സാധനം തീർത്ത് കഴിയുമ്പോൾ അടുത്ത പുറമെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇനി അടിക്കണ്ട, ഇനി ഒരു നിങ്ങൾ അടിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചു തന്നതാണ്, അത് മോശമായി പോവില്ലേ. ഇതടിക്കണം, അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ, സുഖയില്ലെങ്കിൽ നീ കഴിക്കണ്ട. സുഖയില്ലെന്നല്ല, സുഖയിലാണ് ഏൽപ്പിച്ചേക്കണേ. നമ്മുടെ സുഖുവിന്റെ കടയിൽ സുഖം കൊണ്ടുവന്ന് തരും കേട്ടാ. അപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്തോ, ഞാൻ പോവായിരിക്കും. കിട്ടിയ ഒരു അവസരമാണേ. അവസരോ? അല്ല, ഒരു ഇതല്ലേ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടമാണല്ലോ. ഈ കഴിക്കാൻ എത്ര ഭാഗ്യെന്നറിയാമോ? അത് തന്നെ ഇപ്പോഴും ഞാൻ ആലോചിക്കണത്. ഞാൻ ആ എടുത്തിങ്ങനെ, അയ്യോ, കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റൂല. രക്തദാനം എന്ന് പറഞ്ഞാലില്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനമാണ്. ഞാൻ പോയിട്ട് വരാം. നീ പോണം. നിങ്ങൾ എന്നെ വിളിക്കുമ്പോ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, ഞാൻ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കണെന്ന് വിചാരിച്ചാൽ ഉള്ള ബ്ലഡ് മൊത്തം കൊടുക്കും. ആഹാരം എന്തെങ്കിലും കഴിക്കണോട്ടാ. ബ്ലഡ് കൊടുക്കുമ്പോ ആഹാരം എന്തെങ്കിലും കഴിക്കാം. അതിന് സമയം കിട്ടിയില്ലെങ്കിലേ ഇവൻ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കലടാ. അതാണ്. അപ്പേ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി, ഞാൻ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കണെന്ന്. എന്റെ വീട്ടിലൊന്നും പറഞ്ഞേ കേട്ടോ, ഞാൻ സുഹൃത്തിന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. വിളിക്കണം, എന്തായാലും അത്യാവശ്യം വിളിക്കും. ഓക്കെ, ശരി. ഹലോ, ഹലോ, ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഉണ്ട്. വാതിൽ ഓർക്ക്, ആരെങ്കിലും കാണാൻ വാതിൽ ഓർക്കാൻ. നീ എന്തിനാണ് എന്റെ വീടിന്റെ മുമ്പിൽ വന്നേ? ഒരാളൊരു കാര്യം പറഞ്ഞാലേ അത് മുഴുവനും കേൾക്കണം. അല്ല, ഇത് പകുതി വെച്ച് കട്ട് ചെയ്ത് പോവല്ല വേണ്ടത്. നിന്റെ അടുത്ത് ഞാൻ എന്തോന്നാ പറഞ്ഞേ? നീയല്ലേ പറഞ്ഞത് വീട്ടിൽ ആരുമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. വീട്ടിൽ ആരുമില്ല, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂന്ന്. എടാ പൊട്ടാ, ഞങ്ങളൊക്കെ മൈസൂരാന്ന്.